കഴിഞ്ഞ ഈ മെയ് മാസം 2-ാം തീയതി പുറത്തിറങ്ങിയ കാസർകോട്ടെ ലേറ്റസ്റ്റ് കൊട്ടോടി ജമാ മസ്ജിദിലെ ഖത്തീബ് മുഹമ്മദ് സഖാഫി തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലാണ് കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പയുടെ സാന്നിധ്യത്തിൽ ബിജെപിയുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ചത്. ഇതിന് പറയുന്നു, ഇതിനെതിരെ സംഘടനാ തലത്തിൽ സഖാഫിയെ ഫോണിൽ വെച്ച് ശാസിച്ചിരുന്നു. സംസ്ഥാനം ഭരിക്കുന്ന കർണാടകയിലെ ബിജെപി സർക്കാർ സഖാഫിക്ക് ന്യൂനപക്ഷത്തിന്റെ ആനുകൂല്യം നൽകാമെന്ന വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ബിജെപിയിൽ ചേർന്നതെന്ന് പറയുന്നു. കർണാടകയിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് ബിജെപി മാത്രമാണുള്ളതെന്നും മുസ്ലിങ്ങൾ ബിജെപിയിൽ അണിനിരക്കണമെന്നും സഖാഫി പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിനെതിരെ മഹല്ല് കമ്മിറ്റി പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. അയാൾ പള്ളിയിൽ പ്രസംഗിക്കുക ബിജെപിയിൽ ചേരണമെന്ന് പറഞ്ഞിട്ട് മുസ്ലിം സമൂഹത്തിന്റെ പൊതുവായ കാര്യങ്ങൾ എപ്പോഴും മാറി എന്ന ചരിത്രം. ഇപ്പൊ ലക്ഷദ്വീപിൽ നോക്കും നിങ്ങൾ, ബിജെപിയുടെ കൂടെ നിന്ന് അവിടെ PM സയ്യിദ് സാഹിബ് തോറ്റപ്പോ അത്ഭുതകരമായ സംഭവം ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ ശേഷം 2004 തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ സന്ദർശനം നടത്താൻ അവസരമുണ്ടായപ്പോഴത്തെ പ്രവർത്തകർ പറഞ്ഞത്, മഹാനായ PM സയ്യിദ് സാഹിബ് എപ്പോഴും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമായുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. ഷെയ്ഖുനായുടെ മുരീദിനെ പോലെ ശിഷ്യനായി അദ്ദേഹം ജീവിച്ചു. ആ ബഹുമാനപ്പെട്ട PM സയ്യിദ് സാഹിബ് മത്സരിക്കുമ്പോൾ